ജീവജാലങ്ങൾക്ക് ശേഷം പരിണാമപരമായി മണ്ണിൽ രൂപപ്പെട്ട മനുഷ്യവർഗവും നിലനിൽപ്പിനായി കലഹിക്കുകയും കലഹത്തിൽ ജയിക്കുന്നവർക്ക് മാത്രമാണ് നിലനിൽപ്പുള്ളൂ എന്നുള്ള കാട്ടുനീതി ലോകനീതിയായി മതങ്ങളിലൂടെ പൗരോഹിത്യം മനുഷ്യനെ പഠിപ്പിച്ചത് വ്യത്യസ്ത കാലങ്ങളിൽ രൂപപ്പെട്ട മതങ്ങളുടെ ഭാഷയായ ലത്തീനിലും സംസ്കൃതത്തിലും ദേവനാഗരിയിലും ഖുറാനിലൂടെയുമായിരുന്നു. ആ ഭാഷയിലൂടെ പടച്ചുണ്ടാക്കിയ മതഗ്രന്ഥങ്ങളെ പഠിക്കുകയോ കാണുകയോ തൊടുന്നത് പോലും പാപമാണെന്ന് സാധാരണ ജനങ്ങളെ പടഞ്ഞ് പറ്റിച്ച് കൊതിപ്പിച്ച് പേടിപ്പിച്ച് അവർ പൗരോഹിത്യം അകറ്റി നിർത്തി. അതിനവർ ചെയ്തത് ശബ്ദത്തെ ആരോഹണ അവരോഹണ ക്രമത്തിൽ ചിട്ടപ്പെടുത്തി തന്ത്രങ്ങളിലൂടെ മന്ത്രധ്വനികളെ ഉരുവിട്ടും ധൂമവും ഭസ്മവും വാരിയെറിഞ്ഞ് പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ്. എന്നാൽ ബുദ്ധിമാന്മാരും ധൈര്യശാലികളുമായ കുറേയേറെ മനുഷ്യർ ആ പുകമറ ഭേദിച്ചുകൊണ്ട് പുറത്തു കടക്കുകയും മതങ്ങളെയും ഗ്രന്ഥങ്ങളെയും പഠിക്കുകയും ദൈവത്തെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് പൗരോഹിത്യത്തിൻ്റെ ഇടയിൽ നിന്ന് അടർത്തി മാറ്റി എത്തിക്കുകയുമാണ് ചെയ്തത്. ഇതിൽ ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് എന്നും നാം മറന്നു പോകരുത്.